ബൂബുവാണ്. ഞാനൊരു കയ്യിൽ അഴുക്കുന്നുണ്ട്, നമുക്ക് ഇതൊക്കെ വയറ്റി പോയാൽ ബൂബു ആവൂലേ? ഹായ് ഹലോ ഗൈസ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു അവർ ഉദയ്പൂർ സീരീസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലാൽഘാട്ടിലാണ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഫുൾ ഡേ ആണ്. നാളെ നമ്മൾ തിരിക്കും. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഉദയ്പൂരിലെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ കുറച്ച് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ തന്നെ വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇനി ബാക്കി അവിടുത്തെ സജ്ജൻഗർ മൺസൂൺ പാലസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ പല വ്ളോഗിലും കണ്ടതാണ്. അതിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. എന്നിട്ട് അവിടുത്തെ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കം ജോയിൻ us. നിങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി, ഇത് ജാനകി ആൻഡ് വെൽക്കം ടു ഇങ്ങോട്ടാ. ജാനവി ഹായ്. മെയിനായിട്ട് വ്യൂ ആണല്ലേ. കണ്ടോ ജാനവി പ്രാവിനെ? പ്രാവെ പോകരുതേ അറിഞ്ഞ. ജാനുവിനെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര സംശയം. ഊട്ടിയിൽ ട്രെക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ ചെറിയ. കുതിരവണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ചാമ്പൂർ കാർ പാർക്ക്. ഞാനും കൂടെ കയറി പോട്ടോ. അപ്പോൾ ഫുഡാണ് നമ്മുടെ മെയിൻ എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പരിപാടികളിലേക്ക് കിടക്കാം. ഉണ്ണിവാ, എങ്ങനെയുണ്ട് ജീരസിലെ ബ്രേക്ക്ഫാസ്റ്റ്? അമ്മ ഹൗസ് ഇറ്റ്? ഓക്കെ, മെയിനായിട്ട് വ്യൂ ആണല്ലേ, പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ഉണ്ണി ഇന്ന് സൈഡ് തിരിഞ്ഞാണ് എണീറ്റാൻ തോന്നുന്നു. വലിയ വികാരമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ചുമ്മാ പറഞ്ഞു കേട്ടോ, ചെറിയൊരു ജലദോഷമുണ്ട് ആളിന്. അപ്പോൾ അതാണ് കുറച്ചിങ്ങനെ ചത്ത പോലെ ഇരിക്കുന്നത്. എന്തായാലും ജീൽസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗംഗോർ ഘാട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല പേരുകളിൽ കുറേ ഘാട്ടുകളുണ്ട് കേട്ടോ. അതിൽ ഗംഗോർ ഘാട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു പുഴയിലേക്കുള്ളൊരു എൻട്രി, ഒരു ഓപ്പണിംഗ് പോലെ. അവിടെ ആളുകൾ കുളിക്കാൻ വരുന്നവരുണ്ട്, ഇതുപോലെ വ്യൂ എൻജോയ് ചെയ്യാൻ വരുന്നവരുണ്ട്, എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യാൻ വരുന്നവരുണ്ട്, അങ്ങനെ. അപ്പോൾ നല്ല അതുപോലെ പ്രാവൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു ഇത്. കണ്ടോ ഞാൻ ഈ പ്രാവിനെ? പ്രാവെ പോകരുതേ അറിഞ്ഞാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ സജ്ജൻഗർ മൺസൂൺ പാലസിലേക്കാണ് പോയത്. ഈ സജ്ജൻഗർ പാലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പൊന്മുടിയൊക്കെ ചെറുതാലും കുറെ നേരം കൊണ്ട് കയറിക്കൊണ്ട് കാണിച്ചു തരാം. സജ്ജൻഗർ മൺസൂൺ പാലസ് ആണ് ഇത്. ഇത് സജ്ജൻ സിംഗ്, മഹാറാണ സജ്ജൻ സിംഗ്, ഈ മഹാരാജാവ് നമ്മൾ പറയുന്നത് ഇവിടെ എല്ലാം മഹാറാണയാണത്. അപ്പോൾ മഹാറാണ സജ്ജൻ സിംഗ് കെട്ടിയ പാലസ് ആയതുകൊണ്ടാണ് ഇതിന് സജ്ജൻഗർ എന്നുള്ള പേര്. പിന്നെ ഇത് മൺസൂൺ ക്ലൗഡ്സ് കാണാൻ വേണ്ടി പുള്ളിക്കാരൻ കെട്ടിയതാണ്. ഒറിജിനൽ പ്ലാൻ അനുസരിച്ച് ഇത് അസ്ട്രോണമിക്കൽ സെൻറ്റർ ആക്കാനായിരുന്നു. പക്ഷെ അത് പണിഞ്ഞ് വന്നപ്പോഴത്തേക്കും സജ്ജൻ സിംഗ് മരിച്ചുപോയി. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തത് മഹാറാണ ഫത്തേ സിംഗ് ആണ്. ആ കാണുന്നത് ഫത്തേ സാഗർ ലേക്കാണ്. ആ മഹാറാണയുടെ പേരിലുള്ള ലേക്കാണ് ഫത്തേ സാഗർ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഇവിടുന്ന് സിറ്റി പാലസ്, ഫത്തേ സാഗർ ആൻഡ് ചിത്തോർഗർ ഫോർട്ട്, നമ്മൾ കഴിഞ്ഞ വ്ളോഗ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വ്ളോഗിൽ നമ്മൾ പോയ ചിത്തോർഗർ ഫോർട്ട് ഇവിടുന്ന് കാണാം. അത് സജ്ജൻ സിംഗിൻ്റെ ആൻസിസ്ട്രൽ ഹോമാണ്. അതും കൂടെ കാണാൻ വേണ്ടിയാണ് പുള്ളി ഈ ഹില്ലിൻ്റെ മുകളിൽ ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൺസൂൺ ക്ലൗഡ്സും കൂടെ കാണാൻ വേണ്ടി കിട്ടിയോണ്ടാണ് ഇത് മൺസൂൺ പാലസ് എന്ന് പറയുന്നത്. ഇപ്പം മായി പറഞ്ഞത് അത് ഫത്തേ സാഗർ ആണെന്നാണ്. അത് ഫത്തേ സാഗർ അല്ല, അതാണ് എന്താണ്, അത് താജ് ലേക്ക് പാലസ് തന്നെ നടുക്കാണ്. അപ്പോൾ അത് ലേക്ക് പിച്ചോളയാണ്. നടുക്കല്ലത് ആ സൈഡിലായിട്ട് കാണാം. അപ്പോൾ അത് ലേക്ക് പിച്ചോളയാണ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം അപ്പോൾ ഫത്തേ സാഗർ, ഇതായിരിക്കാം. സൺസ്ക്രീൻ ഒക്കെ വളരെ പൂശുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം ജാനുവിയാണെങ്കിൽ ചുമക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോക്ക്, ഇതിനൊക്കെ ജാനുവിയുടെ കവള്. അഗെയിൻ ലൈക്ക് ഞാൻ ഓൾറെഡി എപ്പോഴും പറഞ്ഞ പോലെ സജ്ജൻഗർ മൺസൂൺ പാലസും ഇപ്പോൾ ഒരു മ്യൂസിയത്തിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആർട്ട് വർക്ക്സ് ആണ് കൂടുതലും. എന്തായാലും മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ്.
ഇതിനൊക്കെ ബെറ്റർ മ്യൂസിയംസ് ഇഷ്ടംപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ജസ്റ്റ് കണ്ടത് മ്യൂസിയത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇതങ്ങനെ രാജസ്ഥാനിലെ ഭയങ്കര ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും പറയുന്ന മ്യൂസിയം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ജാനുവി ബോർഡാണോ? ബോർഡാ ഞാൻ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് അമ്മയ്ക്കെല്ലാം അങ്ങ് വെട്ടിത്തുറന്ന് പറയാൻ പറ്റുന്നില്ല എന്നൊരു പരാതി അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തോ രഹസ്യം പറയുകയാണ് അമ്മ. പറഞ്ഞ ഇത് ഞാനിങ്ങനെ തടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം പറയാം. ഈ സാധനം എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നപ്പോൾ ലങ്കൂർ കുരങ്ങ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അതുകൊണ്ട് അത് ഇതിനകത്ത് കയറ്റി സിപ്പ് ചെയ്ത് വെച്ചു. അല്ലാതെ ആക്ച്വലി അമ്മ ഭയങ്കര സ്ലിം ബ്യൂട്ടിയാണ് കേട്ടോ, അത് പറയാനാണ്. ഈ പാലസിൽ ഏറ്റവും കാണാനുള്ളതെന്ന് പറയുന്നത് ഈ വ്യൂ തന്നെയാണ്. പക്ഷെ അത് നല്ല ക്രൗഡാണ് ഇവിടെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഉദയ്പൂർ വരുമ്പോൾ ഇത് മിസ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ബിക്കോസ് ഇതിൻ്റെ മണ്ടേ എന്നുള്ള വ്യൂ അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങളൊന്ന് വരണം, കാണണം. ടൂറിസ്റ്റ് സ്ഥലമാണെന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ സ്റ്റിൽ വന്ന പാടെ കുക്കി തിന്നുവാണോ ഉണ്ണിമ? ഒരു റൂം ടൂർ ഇതാ. നമ്മൾ സിയറ ബൈ ദ ലേക്കിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ആഷ്യ ഹവേലി ടൂറിസ്റ്റ് ഏരിയ എന്ന് വിട്ട് കുറച്ച് മാറി. ആദ്യം റൂം വേണമെങ്കിൽ കാണാം. ഒരു ബെഡുണ്ട്, ഇവിടെ ടീ കോഫി സ്റ്റേഷൻ ഉണ്ട്. വരും ഇവിടെ ടീ കോഫി സ്റ്റേഷൻ ഉണ്ട്, കുക്കീസൊക്കെ ഉണ്ട്. അത് ഉണ്ണിമതിനെ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ബെഡ്, ഹീറ്ററുണ്ട്, ഒരു ചെറിയ സിറ്റിംഗ് ഏരിയ ഉണ്ട്, ടി വി ഉണ്ട്, അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, കുറച്ച് സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. വ്യൂ ഒന്നുമില്ല ഈ സ്ഥലത്തിന്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സ്പേഷ്യസ് ആണ്. ബാക്കിയെല്ലാം ഉണ്ട്. ഇവിടെ ഒരു വാട്ടർ സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഉണ്ണിമ നേരത്തെ ബാത്റൂം തുറന്ന് നോക്കിയിട്ട് ആ വാവ് എന്നൊക്കെ പറയുന്ന കേട്ടോ. നമുക്ക് പോയി നോക്കാം. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. വീട്ടിലേക്ക് പോലെ ടൈലൊക്കെ ചെയ്ത് കൊള്ളാം. ഫാൻ ഓണായി. സോറി, ഞാൻ പറയണ പോലെ കേൾക്കാവുന്നില്ല. ഇതാണ് റൂം. അപ്പം എന്തായാലും ഇത് മറ്റേ സജ്ജൻഗർ മൺസൂൺ പാലസ്, സഹേലിയോ കി ബാരി, അങ്ങനെയൊക്കെ കുറച്ച് മെയിൻ ആ സെൻറ്ററിൽ നിന്ന് വിട്ട് നിൽക്കുന്ന കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്. അവിടെയൊക്കെ പോകാൻ ഇതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇന്നൊരു ദിവസം നമ്മൾ ഇവിടെയാണ്, നാളെ നമ്മൾ ചെക്ക്. ഓക്കെ ഉണ്ണിമ, ബൈ. താങ്ക് യു. നമ്മളപ്പോൾ ബഡ്ഡി ലേക്ക് കഴിഞ്ഞ് ബാഹുബലി ഹിൽസ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അതിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പടിക്കെട്ടുകൾ, ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പടിക്കെട്ടുകൾ കയറി മേളിൽ കാണണമെന്ന് തോന്നുന്നു. അപ്പം ജാനുമി ഉറങ്ങിപ്പോയതുകൊണ്ട് സുബിന് വയ്യ. അപ്പം സുബിനും ജാനുമിയും വണ്ടി ഇരിക്കുകയാണ്, ഞാനും അമ്മയും കയറുകയാണ്. പണ്ട് ഞാൻ കോളേജ് വെച്ച് ട്രക്കിങ്ങൊക്കെ പോയിട്ടുള്ളതാണ്. എനിക്ക് വയ്യ. പിന്നെ അല്ല, ഊട്ടിയില്ല, ഇതിനെക്കാട്ടും മലയാണ്. ഊട്ടിയിൽ ട്രക്ക് ചെയ്തിട്ടുള്ള ആളിനെയാണ് ഈ ചെറിയ കുഞ്ഞി ബാഹുബലി ഹിൽസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അവരവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. ഇത് കണ്ടോ, അതേ മുക്കിന് ഇവിടെ ചായക്കടയുണ്ട്. ബാക്കിലൊരെണ്ണം, അവിടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരെണ്ണം. പട്ടിയുണ്ട്. മോളെ എത്തിയിട്ട് കാണാം. എനിക്ക് സംസാരിച്ചുകൊണ്ട് പോകാൻ വയ്യ. നോക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചോദിക്കുന്നു, എങ്ങനെയുണ്ടമ്മ ട്രക്ക്? അമ്മ ഇപ്പോൾ ഒരാൾ കണ്ടിട്ട് അങ്ങേരുടെ ഭാര്യ ഗേൾഫ്രണ്ടുകാരാണ്, അവർ തിരിച്ചിറങ്ങുക. ഇപ്പോൾ പുള്ളിക്കാർ തള്ളി കൊണ്ടുപോവാണ്. അപ്പം പുള്ളി അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എത്ര വയസ്സായിരുന്നല്ലേ? ഓൾഡ് അറിയൂ എന്ന് ചോദിച്ചു. 16 പറഞ്ഞു. ഞെട്ടിപ്പോയല്ലേ അവർ. എത്തിയെന്ന് തോന്നുന്നു, ഞാൻ കുറച്ചേ ഉള്ളൂ. ഇതാണോ ടേക്കിംഗ് ആണെന്ന് പറഞ്ഞത്? ഇത്ര ഉള്ളതാണ്. പക്ഷെ കൊള്ളാം, രണ്ട് ലേക്കും മലകളും.
ശരിക്കും അവിടോട്ടൊക്കെ പോവാം. നീ സുബിനും വന്നിരുന്നെങ്കിൽ പോകാറുന്നല്ലേ? നീ പോന്നാ രാവിലെ വന്നാൽ കുറച്ചുകൂടെ ഒരു അല്ലേ? ആ രാവിലെ ഇത്രയും വെയിലൊക്കെ ആവണതിന് മുമ്പ് വരണം. ഇവിടെ ഉണ്ട് ഒരു ചായക്കട. കുറച്ചുകൂടെ ബ്രെത്ത് ടേക്കിംഗ് ആയിരിക്കും അവിടോട്ട് പോകുന്ന. ഇവിടം വരെ വരാം, പക്ഷെ അറ്റത്തോട്ട് വരില്ല. പ്യാടി. അമ്മതാ മേളിൽ വരെ വരാം, പക്ഷെ അങ്ങോട്ടൊന്നും ഞാനില്ല എന്ന് പറഞ്ഞത് അപ്പിട്ട് നിന്നിട്ടാണ്. അവിടെ നമ്മെ ഇവിടെ വരെ കൊണ്ടുവന്ന് ഒരു ഫോട്ടോ എടുപ്പിച്ചിട്ട് ഞങ്ങളിതേ തിരിച്ചു പോവാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ബാഹുബലി ഹിൽസ്. താഴെ കാണുന്നത് ബഡി ലേക്ക്. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. സുബിനും ജാനുമിയും താഴെയാണ്. നമ്മൾ സഹേലിയോ കി ബാരി എത്തിയിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി വേറെ ഒന്നുമില്ല, നമ്മൾ പണ്ട് വന്നിട്ടുള്ളതാണ്. ഒരു ഗാർഡൻ പോലെയാണ്, പക്ഷെ കുറേ മാർബിൾ സ്ട്രക്ചേഴ്സൊക്കെ ഉള്ള, കുറേ ബൊഗൈൻ വില്ലൊക്കെ അതിൻ്റെ പുറത്തൂടെ വളരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഗാർഡനായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. ഇനി നമുക്ക് പോയി നോക്കി. ഇവിടെ ഒത്തിരി ആളുകളുണ്ട്, അപ്പോൾ ഭയങ്കര ടൂറിസ്റ്റിയാണോ തിരക്കായിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മാർബിൾ ഫൗണ്ടൻ പോലത്തെ സ്ട്രക്ചർ. പക്ഷേ അന്ന് കണ്ടൊരു ഭംഗി ഇന്ന് തോന്നണില്ല. അന്ന് വൈകിട്ടായിരിക്കും വന്നൊക്കെ ഇതായിരിക്കും ലൈറ്റ്സ് വരുമ്പോഴേ ഫൗണ്ടന് വേറെ ഒരു ഉണ്ണിമാ എൻ്റെ മനസ്സിലത് നടുക്കായിരുന്നു. ഇപ്പൊ മാറ്റി പണിതതാ. എൻ്റെ ഓർമ്മയിൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ നടുക്കത്തെ മാർബിൾ സാധനം, ഈ സ്ട്രക്ചർ, ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ ബൊഗൈനുള്ള വള്ളികളെ പൂത്ത് തളർത്തിങ്ങനെ നിൽക്കുന്ന നല്ല ബ്ലൂ വാട്ടേഴ്സ് ഒക്കെ ഉള്ള, ഈ നടുക്ക് ബ്ലൂ ആയിട്ട് കാണുന്നില്ലേ? ആ ബ്ലൂ വാട്ടേഴ്സ് ഈ പായലൊക്കെ പിന്നെ വന്നതാ. അതെ അതെ സംഭവം ചീറ്റി, അതാണ് സംഭവം. എന്താ പിന്നെ നമ്മുടെ അങ്ങോട്ട് ഇറങ്ങാല്ലേ? എന്റെ സ്വപ്നത്തിലെ ഏവിയർ സ്റ്റുഡിയോ നല്ല ചുവന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഇതിന്റെ പുറത്ത് ഇങ്ങനെ വലിയൊരു ഗാർഡൻ ഉണ്ട് അങ്ങോട്ടൊക്കെ, ഇതിന്റെ ചുറ്റിനും. അവിടെ ഒത്തിരി പൂക്കളും പല ടൈപ്പ് പൂക്കളും, ഇവിടെ പുറത്ത് വേറൊരു ഫൗണ്ടനും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ സഹേലിയോ കി ബാരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം ചായ കുടിക്കാനാണ് പോയത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് ചാന്ദ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ ലിഫ്റ്റ് സെറ്റപ്പും മുകളിലത്തെ ഫ്ലോറും ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതാണിത്. നമ്മൾ ലിഫ്റ്റിൽ വണ്ടി കയറ്റി മുകളിൽ കൊണ്ട് ഇറങ്ങുന്നു. ഇത് ആക്ച്വലി സെക്കൻഡ് ഫ്ലോറായിട്ട് വരും. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ 3 നിലയിലായിട്ടാണ്. ഈ മുകളിലത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ സൺസെറ്റ് ടൈമിലൊക്കെ ചെല്ലുമ്പോൾ ആ ക്ലൗഡിൻ്റെ ഒക്കെ ഒരു ഭംഗി. ഇതാ താഴെ നിങ്ങൾക്ക് കാണാം, ഈ റോഡിൽ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ ആക്ച്വലി സിറ്റിയുടെ നടുക്കാൻ ഒരു വലിയ സെറ്റപ്പ് അവരുണ്ടാക്കിയിട്ടുണ്ട്. വെൽക്കം ടു ബഗോർ കി ഹവേലി, AK മ്യൂസിയം, AK കൾച്ചറൽ ഈവനിങ് നൈറ്റ്. ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മ്യൂസിയം കാണാൻ വന്നതല്ല. നമ്മൾ ഈവന്റ് ഈ വൈകുന്നേരം ഒരു ഷോ കാണാനാണ് വന്നിരിക്കുന്നത്. ഫോക്ക് ഡാൻസ് പെർഫോമൻസ്. ഇത് നമ്മൾ ആക്ച്വലി 2019 വന്നപ്പോൾ ഞാനും ഉണ്ണി കണ്ടിട്ടുള്ളതാണ്. അമ്മ ഉണ്ട് കൂടെ, അപ്പൊ അമ്മയെ കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ ജാനുമിയും കാണിക്കാൻ വിചാരിച്ചു. ബിക്കോസ് അന്ന് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാടുണ്ട്. ഞാൻ അവസാനം എന്തെന്ന് സഹേലിയോ കി ബാരിയിൽ പോയതിലാവുമെന്ന് അറിഞ്ഞില്ല, പക്ഷെ നമുക്ക് കണ്ടു. അന്ന് അടിപൊളിയായിരുന്നു. ലൈക്ക് കുറേ ഇവിടെ രാജസ്ഥാനി ടൈപ്സ് ഓഫ് ഡാൻസ്, മറ്റേ ഘൂമർ എന്നൊക്കെ പറയില്ല, ആ ഡാൻസ്, ഈ ഡാൻസ്, ഇവർക്ക് ഓരോ ഡാൻസിനും ഒരു പേരൊക്കെ ഉണ്ട്, അതൊക്കെ അവർ പറയും. അങ്ങനൊരു സംഭവമാണ്. ആസ് ഓഫ് നോ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഉദയപൂർ വന്നാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഞാൻ പറയും. ബാക്കി കണ്ടിട്ട് ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. ഇങ്ങനെ ഒരു നീം ട്രീയുടെ അടിയിലിരുന്നിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ അവിടെ ഇരുന്ന് പെർഫോമൻസും എല്ലാം നടക്കുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്. തുടങ്ങി.
नमस्कार, खम्मा गणिसा। ये था आप सभी के स्वागत के लिए स्वागत गीत और लोकगीत। अभी आपने देखा बड़े ही आनंद, उमंग और ऊर्जा से लबरेज कालबेलिया नृत्य। ജീപ്പാണ്. അപ്പോൾ അതായിരുന്നു ധരോഹർ ഷോ. പപ്പറ്റ് ഷോയും പല ഫോംസ് ഓഫ് രാജസ്ഥാനി ഡാൻസും പാട്ടും എല്ലാം ചേർന്ന ഒരു എക്സ്ട്രാ വെഗാൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. ധരോഹർ ഡാൻസ് ഷോ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് ടൈം ഉദയപൂർ വരുവാണെങ്കിൽ അതും ഒരു മസ്റ്റ് ഇൻക്ലൂഡ് ഭയങ്കര തിരക്കായിരുന്നു. ഒരു മസ്റ്റ് ഇൻക്ലൂഡ് ഇൻ യുവർ ഐറ്റിനറി ആണ്. ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യും. ഇതാകുമ്പം നിങ്ങൾക്കൊരു നിങ്ങളിപ്പം വേറെ ഒരിടത്ത് രാജസ്ഥാനിൽ കറങ്ങാൻ പോകുന്നു, വേറെ ഒരിടത്തും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഹോൾ രാജസ്ഥാൻ്റെ ഒരു കൾച്ചറിൻ്റെ ഒരു ഗ്ലിംസ് ഒറ്റ ഷോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബേസിക് ആയിരുന്നു. അവരെന്തോ റെസ്റ്റോറൻറ്റിൽ പണിയൊക്കെ ചെയ്യുമായിരുന്നു, അതുകൊണ്ടായിരുന്നിരിക്കാം. പിന്നെ സ്വിമ്മിംഗ് പൂൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോട്ടും എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പം ആക്ച്വലി ഇത് നമ്മുടെ ഉദയ്പൂർ സീരീസിൻ്റെ ലാസ്റ്റ് വ്ളോഗ് ആയിരിക്കും. ഞങ്ങൾ നാളെ തിരിച്ച് ജോധ്പൂരോട്ട് പോവാണ്. അപ്പം നമ്മൾ ഇനി എങ്ങോട്ടാന്ന് നമുക്ക് തന്നെ അറിയില്ല. പക്ഷേ കീപ് ഫോളോയിങ് അസ് ആൻഡ് ജോയിൻ അസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഞങ്ങൾ ഇനി എങ്ങോട്ടാണ്. ബൈ. അപ്പോൾ ബൈയൊക്കെ പറഞ്ഞെങ്കിലും ഉദയ്പൂരിലെ ഫേമസ് ഫത്തേ സാഗർ ലേക്ക് ഒന്ന് കാണിക്കാതെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ശരിക്കും പോകാനും അങ്ങനെ കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി ആ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു തിരിച്ച് ജോധ്പൂരേക്ക് വിട്ടു.